നമ്മൾ ഒരു കുടുംബം പോലെ വയനാടിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനുള്ള നമ്മുടെ ഉദ്യമത്തിൻ്റെ ലോഞ്ച്, ആ മൊബൈൽ ആപ്പിൻ്റെ ലോഞ്ച് നടക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ ഉരുൾപൊട്ടലിൽ തകർന്ന് പോയ വയനാടിനെ നമ്മൾ അണച്ചു നിർത്തുന്നത് മാത്രമല്ല, വയനാടിനെ നമുക്ക് വീണ്ടെടുക്കണം. ഇനി അതിജീവനത്തിൻ്റെ നാളുകളാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ മലയാളികൾക്ക് ഒറ്റ സ്വരം മാത്രമേ ഉള്ളൂ എന്ന് തെളിയിക്കുന്ന നാളുകൾ. നമുക്ക് കൈകോർക്കാം വയനാടിനായി. ദുരന്തബാധിതരുടെ അതിജീവനത്തിന് 24 ഫ്ലവേഴ്സ് ജീവനക്കാരും പ്രേക്ഷകരും നമ്മുടെ കലാകാരന്മാരും അതിഥികളും അവതാരകരും ഒന്നിച്ചണിനിരക്കുന്ന ഒരു കൈത്താങ്ങാണ് ഈ 24 കണക്റ്റിൻ്റെ എൻ്റെ കുടുംബം വയനാടിനൊപ്പം എന്ന ഈ പദ്ധതി. 24 കണക്റ്റും ഫ്ലവേഴ്സ് ഫാമിലി ക്ലബ്ബും ചേർന്ന് സംഭാവനകൾ അയക്കാൻ പുതിയൊരു ആപ്പ് ഇപ്പോൾ പുറത്തിറക്കുകയാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഈ 24 കണക്റ്റിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ആൻഡ്രോയിഡ് ഫോണുകളിലാണ് ഇപ്പോൾ ഇത് ലഭിക്കുക. ആപ്പിൾ സ്റ്റോറിൽ ഉടൻ ലഭിക്കും. അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. കാരണം കുറേ അധികം നിരീക്ഷണങ്ങൾ ആപ്പിൾ സ്റ്റോറിൽ ഉണ്ട്. അത് പൂർത്തിയാക്കി വരികയാണ്. അപ്പോൾ അതും പെട്ടെന്ന് തന്നെ ലഭിക്കും. എന്തായാലും അതിൻ്റെയൊക്കെ നടപടിക്രമങ്ങൾ വളരെ വേഗത്തിൽ നമ്മൾ പൂർത്തീകരിക്കുകയാണ്. നിങ്ങൾക്കറിയുന്ന പോലെ വയനാട്ടിൽ ഈ സംഭവം ഉണ്ടായതിന് ശേഷമാണ് നമ്മൾ ഇത്തരമൊരു ആപ്പ് കൊണ്ടുവരാൻ ശ്രമിച്ചത്. സംഭാവനകൾ ആരയക്കുന്നു എന്നതിന് ബാങ്കുകൾ നിർബന്ധമായി നിർദ്ദേശിക്കുന്ന ഒരു രേഖയുണ്ട്. KYC എന്ന് പറയും, നോ യുവർ കസ്റ്റമർ. അപ്പോൾ നിങ്ങൾക്കറിയാം, ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കാൻ ഇപ്പോൾ അത് നിർബന്ധമാണ്. നിങ്ങളുടെ ഉപഭോക്താവ് ആരാണ് എന്ന് പറയുന്നത് അത് കാര്യമൊന്നുമില്ല. നമ്മുടെ അക്കൗണ്ടുകൾ കുറച്ചുകൂടെ സുതാര്യമാകും ഈ KYC കൊടുത്താൽ. ഇത് സങ്കീർണ്ണമൊന്നുമല്ല. സംഭാവനകളെല്ലാം സുതാര്യമാകണമെന്ന കാര്യത്തിൽ നമുക്ക് നിർബന്ധമുണ്ട്. ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞു, ഇത് എൻ്റെ ഗ്യാരണ്ടിയാണ്. 100% ട്രാൻസ്പെറൻറ്റി, അബ്സല്യൂട്ട് ട്രാൻസ്പെറൻസി ഈ കാര്യത്തിൽ നമുക്കുണ്ടാകും. മാത്രമല്ല, നമ്മുടെ വെബ്സൈറ്റുകളിലൊക്കെ തന്നെ ഈ പണം എങ്ങനെ വന്നു, ആരയച്ചു, ഈ പണം എങ്ങോട്ട് പോയി, എങ്ങനെ ചിലവാക്കി, ഇതൊക്കെ തന്നെ വരും. അതുമാത്രമല്ല, വയനാടിനായി നമ്മൾ കൈകോർക്കുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ഉറപ്പ് തരുന്നു. ഈ പണം ചിലവഴിക്കുന്നത് കൂടി ഇതിൽ പങ്കെടുക്കുന്ന ഈ ആപ്പിൽ ഈ സംഭാവന അയക്കുന്ന ആളുകളുടെ അഭിപ്രായങ്ങൾ കൂടി കേട്ടിട്ടായിരിക്കും. അതിന് നമ്മളൊരു ഇമെയിൽ ID തുറക്കും, അല്ലെങ്കിൽ ഒരു മേൽവിലാസം ഉണ്ടാകും. അതിലൂടെ പറയുന്ന പ്രേക്ഷകരുടെയും ജനങ്ങളുടെയും നമ്മുടെ 24 കണക്റ്റിൻ്റെയും കലാകാരന്മാരുടെയും ഒക്കെ അഭിപ്രായങ്ങൾ കേട്ടിട്ടായിരിക്കും നമ്മൾ ആ വഴിക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വെബ്സൈറ്റിലൂടെ നമ്മൾ പറയും. ഒരു കാര്യം കൂടി ഞാൻ ഉറപ്പ് പറയാം. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുപാട് മേജർ പദ്ധതികൾ മുന്നോട്ട് വരികയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് അതുപോലെ നിലനിൽക്കുന്നു, അതിലേക്ക് പണം അയക്കണം. എന്നാൽ സംസ്ഥാന സർക്കാരിനും ഒക്കെ ചെയ്യാൻ കഴിയാത്ത ചില വ്യക്തിപരമായ ആശ്വാസങ്ങൾ നൽകാൻ കഴിയുന്ന മേഖലയിലായിരിക്കും നമ്മൾ കൂടുതലും കേന്ദ്രീകരിക്കുക. അപ്പോൾ നമുക്ക് ഔപചാരികമായ ആ കർമ്മം നമുക്ക് നിർവഹിക്കാം. 24 കണക്റ്റിൻ്റെ ആപ്പ് ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് സംഭാവനകൾ അയച്ചു തുടങ്ങുക. നമ്മളൊപ്പമുണ്ട്. നമ്മൾ 24 കണക്റ്റ് ഒപ്പമുണ്ട്. വയനാടിനെ നമ്മൾ അണച്ചു നിർത്തും. വയനാടിൻ്റെ ദുഃഖങ്ങൾ പങ്കിടാൻ നമ്മളൊപ്പം ഉണ്ടാകും. ഇനി അതിജീവനത്തിൻ്റെ നാളുകളാണ്. മുന്നോട്ടുള്ള യാത്രയിൽ വയനാട് ഒറ്റയ്ക്കല്ല. ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരും 24 ഫ്ലവേഴ്സ് ജീവനക്കാരും അതിഥികളും അവതാരകരും 24ൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും കലാകാരന്മാരും ഒക്കെ ഒന്നിച്ച് ഒരേ മനസ്സോടെ 24 കണക്റ്റിൻ്റെ കുടക്കീഴിൽ വയനാടിനായി ഒന്നിക്കുന്നു. നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ഈ മാപ്പ്, ഈ മൊബൈൽ ആപ്പ് ഞാൻ പുറത്തിറക്കുന്നു. ഒന്നിച്ച് പോകാം, ഒന്നിച്ച് അതിജീവിക്കാം ഈ പ്രതിസന്ധിയെ. താങ്ക് യു മൈ ഡിയർ ഫാമിലി. താങ്ക് യു മൈ ഡിയർ വ്യൂവേഴ്സ്.